നമസ്കാരം. എൻ്റെ പേര് ശശാങ്കുളിയോടെ മക്കാലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞൊരു കാര്യം അതെല്ലാവരും ചർച്ചയാവുന്നുണ്ട്. അതായത് എന്തുകൊണ്ട് ഒരു മുസ്ലിം റെപ്രസെൻറ്റേഷൻ ഇല്ല, അതായത് മോദിയുടെ കേന്ദ്ര മന്ത്രിസഭയിൽ, അതേപോലെ തന്നെ എന്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ടിക്കറ്റ് കൊടുക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ ഉത്തരം അവർ വോട്ട് ചെയ്യുന്നില്ല, മുസ്ലിങ്ങൾ വോട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്. എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ. അതായത് ആകെ ഇന്ത്യയിലെ ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന്, അതായത് ഇപ്പോൾ ഭരണം കിട്ടാത്തവർക്ക് പറഞ്ഞു നിൽക്കാനുള്ള ഏക കാര്യം, അതായത് BJP എതിർക്കാനുള്ള ഏക കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ന്യൂനപക്ഷ അകൽച്ചയാണ്. അതായത് മുസ്ലിം വിരുദ്ധത, അതേപോലെ തന്നെ മുസ്ലിങ്ങളിൽ BJPയോടുള്ള ആ ഒരു അതൃപ്തി, അല്ലെങ്കിൽ ആ ഒരു അന്തരീക്ഷം, അല്ലെങ്കിൽ ഒരു അകൽച്ച അവർ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രതിപക്ഷത്തിന് പറഞ്ഞു നിൽക്കാനുള്ള ഒരു രാഷ്ട്രീയം പോലും ഇനി ഇന്ത്യയിൽ ഉണ്ടാവില്ല. കാരണം ആ രീതിയിലാണ് ബാക്കി കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു വികസന പരിപാടിയിലും ഇവിടെ മതം നോക്കിയോ അല്ലെങ്കിൽ ജാതി നോക്കിയോ അല്ല, ഒരു വെൽഫെയർ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ തരത്തിലുള്ള, അതായത് കേന്ദ്രത്തിലായിക്കോട്ടെ, ഏതൊരു പദ്ധതി ഇറക്കുമ്പോഴും ആ ഒരു പദ്ധതി എന്ന് പറയുന്നത് രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. ഏതൊരു നിയമം ഇറക്കുമ്പോഴും അത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള നിയമമാണ്. ഏതൊരു പ്രൊവിഷൻ ഇറക്കുമ്പോഴും അതിൻ്റെ ഗുണഭോക്താക്കളെ, അതായത് ഗുണം എത്തി നിൽക്കുന്നത് എല്ലാവരിലുമാണ്. അപ്പോൾ ആകെ നമുക്കിങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ച് നിർത്താനുള്ളത്, ഇങ്ങനെ അവർ വരും, നിങ്ങൾക്കൊന്നുമില്ല, നിങ്ങളവിടുന്ന് കൊണ്ടുപോകും, ഇതാ നിങ്ങളെല്ലാം പോയി, ഇതാ ഭരണഘടന പോയി, ഇതാ രാജ്യം പോയി, ഇതാ നിങ്ങളിപ്പോൾ പോവും, നിങ്ങളൊക്കെ അരക്ഷിതരാണ് എന്നുള്ളൊരവസ്ഥയാണ്. നോർത്ത് ഇന്ത്യയിൽ BJPയുടെ മുന്നേറ്റം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് BJPയെ തോൽപ്പിക്കാൻ കഴിയാത്തത് എന്നുള്ള ചോദ്യത്തിന് ഒന്നേ ഉത്തരമുള്ളൂ. അതായത് നിങ്ങൾ ആകെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഈ മുസ്ലിം വിരുദ്ധതയാണ്. പക്ഷേ അവിടുത്തെ മുസ്ലിങ്ങളിൽ ബഹുഭൂരിപക്ഷം വരുന്ന, അതായത് ഈ ഫണ്ടമെൻ്റലായിട്ട്, അതായത് വളരെയധികം അടിസ്ഥാനമായിട്ട് തലച്ചോറും മസ്തിഷ്കവും മൊത്തമായിട്ട് നമ്മൾ മതം നോക്കിയാണ് നമ്മൾ ഒന്നിക്കേണ്ടത് എന്ന് വിചാരിക്കുന്നവർ ഒഴികെ ഈ വികസനത്തിൻ്റെ ബലം അറിഞ്ഞവരും ഈ ഭരണത്തിൻ്റെ ബലം അറിഞ്ഞവരും കോൺഗ്രസും അതേപോലെ തന്നെ ബാക്കിയുള്ള പ്രതിപക്ഷ കക്ഷികൾ അവരെ എങ്ങനെയാണ് മുതലെടുത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയവർ, ചരിത്രം കൊണ്ടും കാലം കൊണ്ടും അവരുടെ തലമുറകൾ കൊണ്ട് മനസ്സിലാക്കിയവർ BJPക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നോർത്ത് ഇന്ത്യയിൽ പല എന്താ പറയുക മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ BJPയുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നത്. കാരണം ആളുകൾക്ക് ഇപ്പോൾ മനസ്സിലായി, നമുക്ക് വികസനം കിട്ടിയാൽ മതി, മതം നോക്കിയിട്ടല്ല വികസനം നടക്കുന്നത്, നമുക്ക് ജോലി വേണം, നമ്മുടെ കാര്യങ്ങൾ നടന്നാൽ മതി, അല്ലാണ്ട് നമുക്കിപ്പോൾ മതരാഷ്ട്രമാക്കിയിട്ടൊന്നും കിട്ടാനില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കി. ഇതേപോലെ തന്നെ ബാക്കി എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. കാരണം പിന്നെ പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയമില്ല. കാരണം പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ ഒരു മോഡലോ വിഷനോ രാഷ്ട്രീയവുമേ ഇല്ല. അവർക്ക് ആകെയുള്ള ഒറ്റ കാര്യം എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഈ ന്യൂനപക്ഷ പ്രീണനം, അതായത് മുസ്ലിം വിഭാഗത്തെ പ്രീണിപ്പിക്കുക, അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തെ പേടിപ്പിക്കുക. ഇതല്ലാതെ വേറെ ഒരു രാഷ്ട്രീയവും ഇന്ത്യയിലെ പ്രതിപക്ഷം ചെയ്യുന്നില്ല. അവർക്ക് ആകെ കിട്ടിയിരിക്കുന്ന ഒരു രാഷ്ട്രീയം ഇത് തന്നെയാണ്, ഈ മുസ്ലിം വിരുദ്ധത. അതായത് BJPയുടെ മുസ്ലിം വിരുദ്ധത അല്ലാതെ BJP അവർക്ക് രാഷ്ട്രീയപരമായിട്ട് എതിർക്കാൻ വേറെ ഒന്നും ചെയ്യാനില്ല. പക്ഷേ BJPയുടെ മുസ്ലിം വിരുദ്ധത എന്ന് പറയുന്നത് ഈ ഒരു ദക്ഷിണേന്ത്യയിൽ മാത്രമായി ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ ബംഗാളിലും ബാക്കി എല്ലാവരുടെയും ആ മുസ്ലിം ഭൂരിപക്ഷം തന്നെ അവർക്ക്